പിണറായി വിജയനും പറയുന്നത്. എസ് കെ സജീഷ്, ബാക്കിയൊക്കെ പോട്ടെ. ഇത് അവിടെ മുഖ്യമന്ത്രിയുടെ അഭിമുഖ സമയത്ത് ഒരാൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. മുഖ്യമന്ത്രിക്ക് ആ സമയത്ത് മുഖ്യമന്ത്രി കരുതി ഇത് ഹിന്ദുവിൻ്റെ വാർത്ത, ഹിന്ദുവിൻ്റെ റിപ്പോർട്ടർക്കൊപ്പം വന്ന ആളാണെന്ന് മുഖ്യമന്ത്രി കരുതി. അങ്ങനെ മുഖ്യമന്ത്രിയുടെ കരുതലല്ല. അവിടെ പ്രധാനം കേരള ഹൗസിൻ്റെ സെക്യൂരിറ്റി, മുഖ്യമന്ത്രിയുടെ പുകൾപ്പറ്റ സെക്യൂരിറ്റി, അവിടുത്തെ ഡൽഹി പോലീസ്, ഇത്രയും പേരുടെ കണ്ണു വെട്ടിച്ചോക്കെ അതിനകത്ത് കടന്നു എന്ന് വിചാരിക്കുക. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ബോധ്യമുണ്ടല്ലോ അത് ഈ പറഞ്ഞ റിപ്പോർട്ടർ കൂടെ വന്ന ആളല്ല എന്ന് ബോധ്യമുണ്ടല്ലോ. ഏതോ ഒരാൾ എന്നാണല്ലോ മുഖ്യമന്ത്രി ഇന്നും പറയുന്നത്. വിനീത് ഹാണ്ട എന്ന പേര് മുഖ്യമന്ത്രി ഇന്നും പറയുന്നില്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയ പക്ഷം അവിടെ ഉണ്ടായ സെക്യൂരിറ്റി ബ്രീച്ചിനെ കുറിച്ചൊരു അന്വേഷണം വേണ്ടേ? ഇപ്പം സജീഷ് പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ തലയെടുക്കാൻ ആൾ നടക്കുമ്പോൾ ഉണ്ടായത് നാടിൻ്റെ മുഖ്യമന്ത്രിയെ വധിക്കാനുള്ള ഗൂഢാലോചനയാണോ എന്നൊരു അന്വേഷണം ഉണ്ടാവണ്ടേ? ശ്രീ എസ് കെ സജീഷ്. ആഷ്മി, ഒരു കാര്യം, ഒന്നുകിൽ ആഷ്മിയുടെ ചോദ്യത്തിന് ഞാനിപ്പോൾ ഉത്തരം പറയണം, അല്ലെങ്കിൽ രാഹുൽ നേരത്തെ ഇവിടെ വിശദീകരിച്ച ചില കാര്യങ്ങൾക്ക് എനിക്ക് ആദ്യം മറുപടി പറയണം. ഏതാണ് ആദ്യം ഒന്ന് ആഷ്മി തീരുമാനിച്ചാൽ മതി. രാഹുൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ചില മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. അതിനുശേഷം താങ്കളുടെ ഈ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാം. അതിന് കൃത്യമായി ഞാൻ മറുപടി പറയുകയും ചെയ്യും. ഒന്ന്, ഇവിടെ രാഹുലും അതുപോലെ തന്നെ നിങ്ങളുമെല്ലാം മുഖ്യമന്ത്രിയുടെ സുരക്ഷയെക്കുറിച്ചും എല്ലാം വളരെ ജാഗ്രതയോടുകൂടി വർത്തമാനം പറയുകയാണ്. എങ്ങനെയാണ് ഒരാൾ വന്നത് എന്നെല്ലാമാണ് ചോദ്യം. സാധാരണഗതിയിൽ ഇൻ്റർവ്യൂവിന് ആൾ വരുമ്പോൾ അവരുടെ കൂടെയുള്ള ആളുകളും ഉണ്ടാകും. അതൊക്കെ സ്വാഭാവികമാണ്. ഞാനതിലേക്ക് കടക്കുന്നില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോൾ ആ മുഖ്യമന്ത്രി കസേരയിലൊരു ഭ്രാന്തൻ ഇരുന്നിരുന്നു. അത് രാഹുലിനോട് മറന്നു പോകുന്നതാണ്. അത്തരത്തിലുള്ള കാലമൊന്നും ഇപ്പോൾ കേരളത്തിലില്ല എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. പിന്നെ രാഹുൽ ഇവിടെ ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും CPM ഒക്കെ RSSുമായി ചേർന്ന് നിൽക്കുന്നവരാണ്. അത് ഞങ്ങൾക്ക് ചേരില്ല രാഹുലെ. നിങ്ങൾ ഈ സമൂഹത്തിൽ കൊടുക്കുന്ന സന്ദേശം എന്തായിരുന്നു? നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചോ? നിങ്ങളുടെ KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരനാണല്ലോ ഞാൻ RSS ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് പറഞ്ഞത്. അത് നൽകുന്ന സന്ദേശം എന്താണ്? രാഹുൽ ഒന്ന് വിശദീകരിക്കട്ടെ. RSS പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുസ്ലിങ്ങളെ വേട്ടയാടാൻ ആഹ്വാനം ചെയ്യുന്ന വിചാരധാര എഴുതിയ ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിന് മുന്നിൽ നമിച്ചു നിന്ന് വിളക്ക് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അത് നൽകുന്ന സന്ദേശം എന്താണ്? രാഹുൽ ഒന്ന് മറുപടി പറയട്ടെ. കോൺഗ്രസിൻ്റെ വോട്ട് 86,000 പോയതിന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കളിക്കുന്ന അഭ്യാസങ്ങളുണ്ടല്ലോ, ആ അഭ്യാസം, തൃശ്ശൂരിൽ നടത്തുന്ന അഭ്യാസം എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ രാഹുൽ ഒരു കാര്യം കൂടി മറുപടി പറയട്ടെ. ADGP അജിത് കുമാറിൻ്റെ കാര്യമൊക്കെ ഇവിടെ വിശദീകരിച്ചല്ലോ. എന്തൊരു സൗകര്യമാണ് രാഹുലിനെന്നറിയുമോ? കാരണം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഉദാഹരണമോ മറ്റോ സൂചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അപ്പോൾ ഹാഷ്മി അത് ഇല്ലാതാക്കാൻ വേണ്ടി ചാടി വീഴും. ഹാഷ്മിക്ക് രാഹുൽ പറയുന്നത് നല്ലവണ്ണം രസിക്കുകയും ചെയ്യും. ആ കിഞ്ചന വർത്തമാനത്തിനൊന്നും ഞാനെതിരല്ല കേട്ടോ. അത് നിങ്ങൾക്ക് തമ്മിലുള്ള അന്തർധാരയിൽ വെച്ച് നിങ്ങൾ നടത്തിക്കോളൂ, കുഴപ്പമില്ല, ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ ADGP അജിത് കുമാർ RSSനെ കണ്ടത് ഇപ്പോൾ അൻവർ പുറത്ത് പറയുമ്പോൾ പറഞ്ഞത് പിണറായി വിജയന് വേണ്ടി എന്നല്ലല്ലോ രാഹുലെ. ഇവിടെ VD സതീശൻ്റെ പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കോടികളുടെ തട്ടിപ്പ് അത് ED അന്വേഷിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നാണല്ലോ ഈ അൻവർ പറഞ്ഞത്. അതെന്തേ ആരും കേൾക്കാത്തത്? അത് കേൾക്കണ്ടേ രാഹുൽ? അതിനെക്കുറിച്ചൊരു മറുപടി പറയണ്ടേ? അതിന് മറുപടിയില്ലല്ലോ. ഇതെല്ലാം ഇത്തരത്തിലാണല്ലോ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് കാണുന്നുമുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും മറുപടിയില്ല, അതിനെക്കുറിച്ചൊന്നും പരാമർശം വേണ്ട. ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ VD സതീശൻ്റെ തന്നെ സ്വത്ത് കർണാടകത്തിലാണ് സംഭരിച്ചു വച്ചിരിക്കുന്നത്. അത് മീൻവണ്ടിയിലാണ് കൊണ്ടുവന്നത്, ആംബുലൻസിലാണ് കൊണ്ടുപോയത് എന്നൊക്കെ ഈ അൻവർ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടില്ലേ? അതിനെക്കുറിച്ചൊക്കെ എന്താണ് രാഹുലിന് പ്രതികരണമില്ലാത്തത്? അതിനെക്കുറിച്ചൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ കേൾക്കാത്തത് എന്താണ്? അപ്പോൾ നിങ്ങളുടെ അജണ്ട വേറെയാണ്. ആ അജണ്ട വെച്ച് നിങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. ഇവിടെ ഒരു ജില്ലയും അവമതിക്കുക എന്നത് മുഖ്യമന്ത്രിയോ ഇടതുപക്ഷത്തിൻ്റെയോ ലക്ഷ്യമല്ല. അത് മലപ്പുറം ജില്ലയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അറിയാം. മലപ്പുറം ജില്ല രൂപീകരണം ഉണ്ടാകുന്നത് EMS കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. CPM ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് എന്ന് നമുക്കറിയാമല്ലോ. ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ്. ആ ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ എന്താണ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിന് ഓർമ്മയുണ്ടോ? കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനായി പദയാത്ര നടത്തിയവരാണ് നിങ്ങൾ എന്നതും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. മലപ്പുറം ജില്ലയെ ഇന്നു മാത്രമല്ല ആ ഭൂപ്രദേശത്തെ അവമതിക്കാൻ വേണ്ടി ഭിന്നിച്ചിപ്പിച്ചു ഭരിക്കുക എന്ന ലക്ഷ്യമുള്ള ബ്രിട്ടീഷുകാർ അവിടെ നടന്ന ഉജ്ജ്വലമായ കാർഷിക സമരത്തെ, സ്വാതന്ത്ര്യ സമരത്തെ മാപ്പിള ലഹള എന്ന് വിളിച്ചു. ആരാ എതിർത്തത്? അതിനെ എതിർത്ത് 1946 ആഹ്വാനവും താക്കീതും എന്ന ലേഖനം EMS എഴുതിയപ്പോൾ ദേശാമാനി പത്രം അത് പ്രസിദ്ധീകരിച്ചതിൻ്റെ ഭാഗമായി കണ്ടുകെട്ടി EMSൻ്റെ തലയ്ക്ക് വിലയിട്ടു. ഇതെല്ലാം
ചരിത്രമാണ്. ആ ചരിത്രത്തിലൂടെ തന്നെയാണ് മതനിരപേക്ഷമായ മലപ്പുറം ജില്ല വളർന്നു വന്നത്. നിങ്ങളുടെ കുത്തിത്തിരിപ്പിൻ്റെ മുകളിലൊന്നും അവസാനിച്ചു പോകുന്നതല്ല എന്നത് മനസ്സിലാക്കിയാൽ നല്ലത്. ഇവിടെ നിങ്ങൾക്ക് PR വർക്ക് പലതും ഉണ്ടാകും, നിങ്ങൾ ചെയ്യുന്ന പല രീതികളും ഉണ്ടാകും. ആ രീതി വെച്ച് ഇങ്ങോട്ട് കാണരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് മാധ്യമങ്ങളെ കാണാനോ കാര്യങ്ങൾ വിശദീകരിക്കാനോ ഒരു PR-ൻ്റെ സഹായം വേണം എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അത് ഇവിടെയുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ? നിങ്ങളുടെ VD സതീശൻ ഒരുപക്ഷെ നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ നേതാക്കന്മാരായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എന്തോ മണി ചെയിനുമായി നടക്കുകയായിരുന്നു, പിന്നെ എളുപ്പത്തിൽ എങ്ങനെയോ നേതാവായി വന്നതാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഇടയിൽ തന്നെ പറയുന്നുണ്ട്. അതുപോലെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ PR വർക്ക് വേണ്ടി വരും. ഇവിടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ രാഷ്ട്രീയ നേതാവായിട്ടുള്ള തൻ്റെ ചെറിയ പ്രായം മുതൽ RSSുമായി ഏറ്റുമുട്ടുകയും അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ മുന്നോട്ട് വരികയും എല്ലാ രംഗത്തും രാഷ്ട്രീയ പരിചയത്തിലൂടെ ദീർഘകാലം CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി നിൽക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് നിലപാട് സ്വീകരിക്കുകയും ഓരോ ഘട്ടത്തിലും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്ന പിണറായി വിജയന് ആരെങ്കിലും എഴുതി കൊടുത്തിട്ടാണ് പത്രസമ്മേളനം നടത്തുന്നതെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കിഞ്ചന വർത്തമാനം നടത്തിക്കോളൂ, അതിന് ഞങ്ങളാരും എതിരല്ല. അതൊക്കെ നിങ്ങളുടെ നേതാക്കന്മാർക്കേ ചേരൂ എന്നുള്ളത് മാത്രമാണ് അതിലെനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. പിന്നെ ഇവിടെ ഏത് കാര്യത്തിലായാലും കൃത്യമായി അന്വേഷിച്ച് നടപടിയെടുക്കും, ആ കാര്യത്തിലൊന്നും തർക്കമില്ല. നിങ്ങൾ ഇവിടെ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില അജണ്ടകളുണ്ട്, ആ അജണ്ട നടപ്പിലാക്കാനാണ് കിഞ്ചനവർത്താനങ്ങളില്ലാതെ അന്തർധാരകളില്ലാതെ വളരെ ശക്തമായ സജീഷ് പറയൂ. വളരെ ശക്തമായ സജീഷ് പറയൂ. വളരെ ഞാൻ ഇടപെട്ടില്ലോ. താങ്കൾ പറഞ്ഞ മൊത്തം ഈ ഭൂമിക്ക് താഴെയുള്ള സകല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാവുന്നതാണ്. താങ്കൾ പറഞ്ഞു രാഹുൽ ഇടപെടുന്നതാണ്. എന്റെ ചോദ്യം നേർക്കുനേറാണ് സജീഷ്. എന്റെ ചോദ്യം നേർക്കുനേറാണ്. ശരി, എന്നാ ഭൂമിക്ക് മുകളിലും ഓക്കെ. സജീഷ്, എന്റെ ചോദ്യം വളരെ വളരെ ലളിതമാണ്, നേർക്കുനേറാണ്, വളരെ പെട്ടെന്ന് അങ്ങേക്ക് ഉത്തരം പറയാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ഇവിടെ നാടിനെ കുട്ടിച്ചോറാക്കാൻ, ഈ നാട് ഭീകരവാദികളുടെ കൊടും കേന്ദ്രമാണെന്ന് വരുത്തി തീർക്കാൻ ഓൺ ബിഹാഫ് ഓഫ് മുഖ്യമന്ത്രിയെ പോയി കണ്ട ഈ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ നാട് മുഴുവൻ അത്തരത്തിലൊരു രാജ്യം മുഴുവൻ അത്തരത്തിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ നടത്തിയ നീക്കങ്ങളിൽ അന്വേഷണം വേണോ, കേസെടുക്കണോ സജീഷ്? രണ്ടാമത്തെ കാര്യം, അവിടെ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞു സ്വാഭാവികമല്ല. ഹിന്ദുവിലെ ഒരു മാധ്യമപ്രവർത്തകർ പോയി കഴിഞ്ഞാൽ ഹിന്ദുവിലെ മാധ്യമപ്രവർത്തകർക്ക് മാത്രമേ അകത്തേക്ക് എൻട്രി ഉള്ളൂ. അവരുടെ പേരും നാളും അടക്കം ചോദിച്ചിട്ട് അകത്തേക്ക് കടത്തിവിടൂ. കൂടെ ആര് വന്നാലും അവരുടെ പേരും നാളും ചോദിച്ച് അകത്തേക്ക് കടത്തിവിടൂ. അവിടെ എന്താണ്, അവിടെ സ്ഥിര മുഖപരിചയമുള്ള ആൾക്കാരാണെങ്കിൽ കൂടി. ഇവിടെ വിനീത് ഹാണ്ഡെ എന്ന് പറഞ്ഞ കേരള ഹൗസ് ആദ്യമായി കാണുന്ന ഒരാൾ, ഒരുപക്ഷെ ആദ്യമായി കാണുന്ന ഒരാൾ നേരെ വന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് കയറിപ്പോയി എന്ന് പച്ചവെള്ളം തൊടാതെ വിഴുങ്ങാൻ കഴിയില്ല. ഉണ്ടായത് സെക്യൂരിറ്റി ബ്രീച്ചാണ്. അന്വേഷണം ഉണ്ടാകുമോ ഈ രണ്ട് കാര്യങ്ങളിൽ സജീഷ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലുള്ള പ്രശ്നം അതാണ്. ഞാൻ ഉദാഹരണങ്ങളോ മറ്റു കാര്യങ്ങളോ സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾ അസഹിഷ്ണുത കാണിക്കുന്നു. എന്നാൽ ഇവിടെ കൃഷ്ണൻ്റെയും രാധയുടെയും കഥ പറയുമ്പോൾ നിങ്ങൾക്കതിൽ ആവേശവുമാണ്. അങ്ങനെ ഒരു റിയാലിറ്റി ഷോ പോലെയാക്കി ചർച്ച മാറ്റുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും, അത് നിങ്ങൾ തമ്മിലുള്ള കാര്യം. അതിനപ്പുറത്തേക്ക് വസ്തുതകളിലേക്ക് വരണം. വസ്തുതകൾക്ക് ചിലപ്പോൾ മൂർച്ചയുണ്ടാകും, അത് മൂർച്ചയോടുകൂടി തന്നെ പറയേണ്ടിയും വരും. ഇവിടെ കൃത്യമായി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യം, അതായത് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി അവമതിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല, അത് ഹിന്ദു പത്രവും തെറ്റാണ് എന്ന് സമ്മതിക്കുന്നു. പിന്നെ അതിൻ്റെ ഭാഗമായി നിങ്ങൾ ചേർത്ത് വെക്കുന്നത് PR എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു അഭിമുഖത്തിന് ആൾ വരുമ്പോൾ ആ അഭിമുഖത്തിൻ്റെ ടീം എന്നുള്ള നിലയ്ക്ക് അവരുടെ കൂടെയുള്ള ആളുകൾക്കും അതേ ടീം എന്ന് പറഞ്ഞാൽ പ്രവേശനം കിട്ടും. കിട്ടില്ല സജീഷ്, കിട്ടില്ല. ഒരിക്കലെങ്കിലും കേരള ഹൗസിൽ സജീഷ് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയില്ല. കേരള ഹൗസിൽ വിളിച്ചു ചോദിക്കൂ, അങ്ങനെ കിട്ടുമോ എന്ന് വിളിച്ചു ചോദിക്കൂ. അങ്ങനെ കിട്ടില്ല. ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്ന വളരെ സിമ്പിൾ ചോദ്യമാണ്, അന്വേഷണം ഉണ്ടാകുമോ എന്ന കാര്യം. അങ്ങേക്ക് അതിന് മറുപടി പറയാൻ കഴിയില്ല. അത് അങ്ങയുടെ വ്യക്തിപരമായ കുറ്റമല്ല, അങ്ങയുടെ സംഘടനാപരമായ നിസ്സഹായത. ഇന്നലെ റഹീം എം പി ഇവിടെ വന്ന് ബൊബ്ബ അടിച്ചു. ഇന്ന് മുഖ്യമന്ത്രി ചോദിക്കും, മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. പിന്നെ താങ്കളോട് ഞാൻ ആ ചോദ്യം ചോദിക്കാവോ സജീഷ്? എന്ത് കുറ്റമാണ്? താങ്കളോട് ഞാൻ ആ ചോദ്യം ചോദിക്കാവോ? പറയട്ടെ, ഇനിയെങ്കിലും ഞാൻ പറയട്ടെ. നിങ്ങളുടെ ലക്ഷ്യമാണ് പ്രശ്നം. നിങ്ങളുടെ ലക്ഷ്യം സതുദ്ദേശപരമായിട്ടല്ല. നിങ്ങൾക്ക് ഈ നാടിനോടുള്ള താല്പര്യത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല ചോദ്യം.
ഇടതുപക്ഷത്തെയും CPM-നെയും ഈ ഗവൺമെന്റിനെയും മികത്തുക എന്ന ലക്ഷ്യമാണ്. ശരിക്കും ഇടവേള, ആ ലക്ഷ്യത്തിന്റെ ഭാഗമായി ആ താങ്കൾ- പത്രം താങ്കൾ മതിയായ സമയത്ത് ശരിയായ ഇടവേളയ്ക്ക് എനിക്ക് സമീപനം, പോകണം. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല കേസ് എന്ന് എടുക്കില്ല. പറഞ്ഞിട്ട് നിങ്ങളുടെ ആവശ്യം പിന്നെയും അങ്ങോട്ട് പോയി എന്നാ അറ്റ്ലീസ്റ്റ് കേസ് അത് എടുക്കില്ല ഒരു എന്നെങ്കിലും പറ. വിവാദമായി നിലനിർത്താനും അറ്റ്ലീസ്റ്റ് തുടർന്ന് കേസ് എടുക്കണ്ട, വിവാദമായി ഒരു അന്വേഷണം വേണ്ട കൊണ്ടുപോകാനും എന്നെങ്കിലും പറയാൻ ധൈര്യം കാണിക്കണ്ടേ? ഞങ്ങളില്ല. ഇത് വെറുതെ കിടന്ന് ഉരുണ്ടുകളിയാ, ഞങ്ങളില്ല. വെറുതെ ഉരുണ്ടുകളിയാ. ഞങ്ങളില്ല ഒന്ന് അന്വേഷണം ഇല്ലെന്ന് പറ, അത്രേ ഉള്ളൂ. അന്വേഷണം ഇല്ലെന്ന് പറ സാറേ. അന്റെ അന്വേഷണം ഉണ്ടെന്ന് പറയല്ലെങ്കിൽ ഞങ്ങളില്ല. പറയാൻ ധൈര്യം കാണിക്കും സതീഷേ. ഞങ്ങളില്ലാന്ന്. താങ്കളുടെ അജണ്ടയ്ക്ക് ഡിവൈഎഫ്ഐയുടെ ഞങ്ങളില്ല. പ്രധാനപ്പെട്ട നേതാവല്ലേ? എന്ത് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചോളൂ. നിങ്ങൾ അത്രേ ഉള്ളൂ. വ്യാഖ്യാനിച്ചത് കൊണ്ട് ഇതിനെയാണ് ഉത്തരം മുട്ടുമ്പോ എന്തെല്ലോ പറയുന്നത്. നിങ്ങൾ താങ്കൾക്ക് മറുപടി പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് സതീഷ്. ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ കുറ്റമാണ്. അല്ല, ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്ന വഴിയെ സഞ്ചരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിച്ചോ? ശരി എന്ന് പറഞ്ഞാൽ നാടിനെ അവമതിപ്പുണ്ടാക്കിയ നാടിനെ അവമതിപ്പുണ്ടാക്കിയ ഒരു PR ഏജൻസിക്കെതിരെ, അതിന്റെ PR ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുമോ എന്ന് ചോദിച്ചാൽ നടപടി എടുക്കുമെന്നോ എടുക്കില്ലെന്നോ പറയാതിരിക്കാനും മാത്രം അങ്ങ് അത്രയും ദുർബലനാണ്. അങ്ങയുടെ കുറ്റമല്ല, അങ്ങയുടെ സംഘടനാപരമായ നിസ്സഹായതയാണ് കാര്യം.